Okay, ഒരു question നോക്കാം. Current ratio of a company is 2.6:1 and net worth capital is 48,000. We have to find out current asset and current liabilities. നോക്കാം. Question problem number 1. Current ratio തന്നിരിക്കുന്നത് 2.6:1 ആണ്. ഒരിക്കലും 2:6:1 വരില്ല. കാരണം current ratio എന്ന് പറയുന്നത് എന്താണ്? Shows the relationship between current assets and current liability. സോ കറണ്ട് റേഷ്യോയുടെ ഫോർമുല എന്താണെന്ന് നോക്കാം. കറണ്ട് റേഷ്യോ എന്താണ് ഫോർമുല? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അതിൻ്റെ ആൻസർ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 2.6:1 അല്ലേ? സോ നമ്മൾ നോക്കുന്ന സമയത്ത് കറണ്ട് ലയബിലിറ്റീനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. കറണ്ട് ലയബിലിറ്റീനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് current liability B, current liability B X. current liability X ആണെങ്കിൽ current asset എന്തായിരിക്കും? current asset എന്ന് പറയുന്നത് എന്തായിരിക്കും? current asset എന്ന് പറയുന്നത് 2.6x ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് കറണ്ട് ലയബിലിറ്റിയും കിട്ടി, കറണ്ട് അസറ്റും കിട്ടി. ഓക്കെ, സോ നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണുകയാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് സംഭവം? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യുന്നതാണ് എന്ത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇവിടെ എത്രയാണ് കറണ്ട് അസറ്റ്? 2.6x മൈനസ് കറണ്ട് ലയബിലിറ്റി എക്സ്. അപ്പോൾ എത്ര കിട്ടും? 1. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1x ആണ് കേട്ടോ. സോ 2.6 മൈനസ് 2.6x മൈനസ് 1x എത്രയാണ്? 2.6ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എന്ന് പറയുന്നത് എത്രയാണ്? 1.6x ആണ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? 2.6x ആണ് എന്ന് പറയാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്രോബ്ലത്തിനുള്ളിൽ കറണ്ട് റേഷ്യോ കൂടാതെ വേറെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്രയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? 48,000 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം, കറണ്ട് അസറ്റ് യൂസ് ചെയ്ത് കമ്പനി എന്ത് ചെയ്യണം? കറണ്ട് ലയബിലിറ്റിയും പേ ചെയ്യണം, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യണം. വേണ്ടേ? സോ നമ്മൾ കറണ്ട് അസറ്റ് യൂസ് ചെയ്ത് കറണ്ട് ലയബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യണം. സോ നമുക്ക് കിട്ടി, അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 1.6x എന്നല്ല കിട്ടിയേ. അതായത് എക്സ് എന്ന് പറയുന്ന 1.6x എന്ന് പറയുന്നതാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ? 1.6x എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 48,000. ഓക്കെ, സോ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് എന്ന് പറയുന്നത് വർക്കിംഗ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കറന്റ് ലയബിലിറ്റീസ് അല്ലേ? കറന്റ് ലയബിലിറ്റീസ് എക്സ് നമ്മൾ നേരത്തെ കൊടുത്തത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 48,000നെ ഇവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഈക്വൽസിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി മാറും? ഡിവിഷനായി മാറും. സോ 48,000 ഡിവൈഡഡ് ബൈ 1.6 എത്രയാണ്? 30,000 അല്ലേ? സോ നമുക്ക് ലയബിലിറ്റി കിട്ടി. കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 30,000 അല്ലേ? ഇനി എന്ത്? കറന്റ് ലയബിലിറ്റി കിട്ടി. സോ എത്രയായിരിക്കും കറന്റ് അസറ്റ് എന്ന് പറയുന്നത്? കറണ്ട് അസറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു കറന്റ് ലയബിലിറ്റി പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ?
വർക്കിംഗ് ക്യാപിറ്റൽ. സോ കറണ്ട് ലയബിലിറ്റി എത്ര കിട്ടിയ 30,000 പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ് 48,000. സോ 78,000 ആണ് കറണ്ട് അസറ്റ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കറണ്ട് അസറ്റ് എത്രയാണ് ഇവിടെ 2.6x ആണ്. അപ്പോൾ 2.6x ആണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. സോ 2.6 ഇൻറ്റു 30,000 അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. 2.6 ഇൻറ്റു 30,000 എത്രയാണ് 78,000. സോ നമുക്ക് രണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒന്ന് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഫൈൻഡ് ചെയ്യാനുള്ള ആൻസർ ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. You are given with the following information: current liabilities, current ratio, liquid ratio. We have to find out the value of stock. The next problem, that is problem number 2. നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട് ₹2 lakh. പിന്നെ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ് കറണ്ട് റേഷ്യോ? 2.5 അല്ലേ? ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ലിക്വിഡ് റേഷ്യോ എത്രയാണ്? 1.25. നമ്മളവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? സ്റ്റോക്കിന്റെ വാല്യൂ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലേ? സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കറണ്ട് അസറ്റ് കണ്ടുപിടിച്ചാൽ കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡ് അസറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് കിട്ടും അല്ലേ? കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡ് അസറ്റ് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടും. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? സ്റ്റോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കറണ്ട് അസറ്റ് ഫൈൻഡ് ചെയ്യണം. കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു ക്ലൂ ഉള്ളൂ, അതെന്താണ്? കറണ്ട് റേഷ്യോയിൽ നിന്നും കണ്ടുപിടിക്കണം. സോ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ? അതെന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റിന്റെ വാല്യൂ ആണ് നമുക്കില്ലാത്തത്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ 2.5 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് നമ്മൾ കണ്ടുപിടിക്കണം ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 lakh അല്ലേ? 2 lakh എന്ന് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാം. കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? ഇവിടെ ഡിവിഷൻ ആണ്. സോ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അതെന്ന് പറയുന്നത് 2.5 ഇൻറ്റു 2 lakh എന്നാവും. ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അത് മൾട്ടിപ്ലിക്കേഷനായി മാറും. സോ 2.5 ഇൻറ്റു 2 lakh 2.5 ഇൻറ്റു 2 lakh 5 lakh അല്ലേ? നമുക്ക് കറണ്ട് അസറ്റ് കിട്ടി. സോ കറണ്ട് അസറ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? കറണ്ട് അതായത് ലിക്വിഡ് അസറ്റ് ഫൈൻഡ് ചെയ്യണം. സോ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അതായത് ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. സോ നമുക്ക് ലിക്വിഡ് റേഷ്യോ കിട്ടിയിട്ടുണ്ട്. എത്രയാണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞേക്കുന്നത്? 1.25 ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 2 lakh. സോ ഇപ്പൊ ലിക്വിഡ് അസറ്റ് എത്രയായിരിക്കും? ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.25 ഇൻറ്റു 2 lakh. 1.25 ഇൻറ്റു 2 lakh. 1.25 ഇൻറ്റു 2 lakh എത്രയാണ്? 2,50,000. കഴിഞ്ഞോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് അസറ്റിൽ നിന്നും ലിക്വിഡ് അസറ്റ് മൈനസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? സ്റ്റോക്ക് കിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് കണ്ടുപിടിക്കണം. സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. കറണ്ട് അസറ്റ് എത്ര കിട്ടിയത് നമുക്ക്? കറണ്ട് അസറ്റ്
5 lakh മൈനസ് 2,50,000 എത്രയായിരിക്കും? 2,50,000 ആയിരിക്കും സ്റ്റോക്കിന്റെ വാല്യൂ. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ഇസ് ഗിവൺ, ലിക്വിഡ് റേഷ്യോ ഇസ് ഗിവൺ, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഗിവൺ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റീസ്, ലിക്വിഡ് അസറ്റ്സ് ആൻഡ് ഓൾസോ ദ സ്റ്റോക്ക്. നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനുള്ളിൽ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ 2.6:1. ഓക്കെ. ലിക്വിഡ് റേഷ്യോ 1.4. വർക്കിംഗ് ക്യാപിറ്റൽ 1,10,000. നമ്മളോട് പറഞ്ഞേക്കുന്നത് കറണ്ട് അസറ്റ് ഫൈൻഡ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റീസ് ഫൈൻഡ് ചെയ്യുക, ലിക്വിഡ് അസറ്റ് ഫൈൻഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് കറണ്ട് അസറ്റ് ഫൈൻഡ് ചെയ്യാം. സോ നമ്മൾ എങ്ങനെയാണ് കറണ്ട് അസറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? അതിന് നമുക്ക് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണ്? കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? കറണ്ട് റേഷ്യോ എത്രയാണ് തന്നേക്കുന്നത്? എത്രയാണ്? 2.6:1 അല്ലേ? അതാണ് നമുക്ക് തന്നേക്കുന്ന ഒരേ ഒരു ക്ലൂ അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഇതിൽ നിന്ന് കറണ്ട് അസറ്റ് ഫൈൻഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം? കറണ്ട് അസറ്റിനും കറണ്ട് ലയബിലിറ്റീസും ഫൈൻഡ് ചെയ്യണം. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? കറണ്ട് റേഷ്യോ കാണാനുള്ള ഫോർമുല കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാം? ലെറ്റ് എക്സ് ബി കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസിനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ കറണ്ട് അസറ്റ് എന്തായിരിക്കും? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2.6x ആയിരിക്കും അല്ലേ? സോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, പിന്നെ നമുക്ക് ആകെ ഉള്ളൊരു ക്ലൂ തന്നേക്കുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, അതായത് 1,10,000. സോ നമുക്കൊരു കാര്യം അറിയാം. എന്താണ്? കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു, കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി പ്ലസ് നെറ്റ് വർക്ക് ക്യാപിറ്റൽ ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ നമ്മളിവിടെ എന്താ ചെയ്തേക്കുന്നത്? അതായത് കറണ്ട് അസറ്റ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാനും. സോ ഇവിടെ നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് എടുത്തേക്കുന്നത്? 2.6x ഈസ് ഈക്വൽ ടു ഇപ്പൊ നമുക്ക് ഇവിടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 2.6x ആണ് അല്ലേ? 2.6x ആണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായിരിക്കും? കറണ്ട് ലയബിലിറ്റി എക്സും അല്ലേ? സോ നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ എന്ത് ചെയ്താൽ മതി? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ എന്ത് ചെയ്യാം? കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്താൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. കറണ്ട് അസറ്റ് എത്രയാണ്? 2.6x മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1x ആണ് എക്സിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ 1.6x ആണ് എന്ത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1.6x അല്ലേ? ഇനി നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി 1.6x. അതായത് 1.6x എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 1,10,000. 1,10,000 ആണ് 1.6x എന്ന് പറയുന്നത്. ഓക്കെ, 1.6x എന്ന് പറയുന്നത് എത്രയാണ്? 1,10,000. ഇതിന് എന്ത് ഫൈൻഡ് ചെയ്യാം? എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാം. എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കറണ്ട് ലയബിലിറ്റി. സോ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട്
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1.6x ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതെന്ന് പറയുന്നത് 1,10,000 ആണ്. സോ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് കറന്റ് ലയബിലിറ്റി തന്നെയാണ്. സോ നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാണ്, എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, എക്സിനെ ഇവിടെ നിർത്തിയിട്ട് 1.6നെ നമ്മൾ എന്ത് ചെയ്യും, ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ നിൽക്കുകയാണ് 1.6 എന്ന് പറയുന്നത്. സോ നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്താവും, ഡിവിഷൻ ആയിട്ട് മാറും. സോ എക്സ് എന്ന് പറയുന്നത് എന്താവും, 1,10,000 ഡിവൈഡഡ് ബൈ 1.6. സോ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി എത്രയാണ്, 68,750 എന്ന് കിട്ടും. സോ നമുക്ക് കറന്റ് ലയബിലിറ്റീസ് കിട്ടി അല്ലേ. സോ കറന്റ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, കറന്റ് ലയബിലിറ്റീസ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ കറന്റ് ലയബിലിറ്റി 68,750 പ്ലസ് 1,10,000, വർക്കിംഗ് ക്യാപിറ്റൽ 1,10,000, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1,78,750. ഇതല്ലാതെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അതായത് കറന്റ് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2.6x ആണ് വെച്ചിട്ടുണ്ട്. സോ 2.6x ഈസ് ഈക്വൽ ടു 2.6 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് കറന്റ് ലയബിലിറ്റി. സോ 68,750 ഈക്വൽ ടു 1,78,750. നേരത്തെ ഇത് റെക്കോർഡ് ചെയ്തതായിരുന്നു, സ്റ്റോറേജ് സ്പേസ് കാരണം വീഡിയോ റെക്കോർഡ് ആവാത്തതാണ് കേട്ടോ. സോ ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ലിക്വിഡ് അസറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ലിക്വിഡ് അസറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് സി പാർട്ട് ലിക്വിഡ് അസറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരേ ഒരു ഹിന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളൂ. അതെന്താണ്, ലിക്വിഡ് റേഷ്യോ ആണ്. ലിക്വിഡ് റേഷ്യോ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ലിക്വിഡ് റേഷ്യോ എത്രയാണ്, ലിക്വിഡ് റേഷ്യോ 1.4 ആണ്. ലിക്വിഡ് റേഷ്യോ 1.4. സോ ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ എന്താണ് ഫോർമുല, ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്, അതാണ് ഫോർമുല. സോ ലിക്വിഡ് അസറ്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ ഇൻഫോർമേഷൻസും തന്നിട്ടുണ്ട് ഇല്ലേ. സോ നമ്മൾ പറയുകയാണ് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുന്നത് 1.4 ഈസ് ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ്. നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ് കറന്റ് ലയബിലിറ്റീസ്, കറന്റ് ലയബിലിറ്റീസ് 68,750. സോ അതങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം, 68,750. Therefore, liquid asset is equal to എത്രയായിരിക്കും, 1.4 into 68,750. So 1.4 into 68,750 എത്ര കിട്ടുക, 96,250. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ ഡി, എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്, സ്റ്റോക്ക് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ് ആണ് എന്ത്, സ്റ്റോക്ക് അല്ലേ. കറന്റ് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ് ആണ് സ്റ്റോക്ക്. കറന്റ് അസറ്റ് എത്രയാണ്, കറന്റ് അസറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്, 1,78,750 മൈനസ് ലിക്വിഡ് അസറ്റ് 96,250. എത്ര കിട്ടും, 1,78,750 മൈനസ് 96,250, 82,500. സോ നമുക്ക് ഒരൊറ്റ ഇൻഫോർമേഷൻ, കുറച്ചൊരു ഇൻഫോർമേഷൻ തന്നാൽ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതായത് കറന്റ് ലയബിലിറ്റീസ് ഫൈൻഡ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ബാക്കി എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. സോ എക്സ് മാത്രം കണ്ടുപിടിക്കാൻ ഒരിത്തിരി ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും, പക്ഷെ ഈസിയാണ്. ഓക്കെ. സോ ഒന്നുകൂടി ട്രൈ ചെയ്ത് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം.